അർച്ചനയാണ്. ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആയിട്ടുള്ള ഓണത്തിൻ്റെ ഇതിൻ്റെ സെയിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ഉള്ള ഓണം സെയിൽ. ഓക്കെ, അതിനകത്ത് നമ്മുടെ 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് കളക്ഷൻസ് അല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. ഇൻ ഓണം ഡിസൈൻസ്, നമ്മുടെ കേരള ട്രഡീഷണൽ ഡിസൈൻസിലുള്ള ഓണം കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇന്നിപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് 23 ഉള്ളൂ. എങ്കിലും നമ്മൾ 23 ഉള്ളൂ. കാരണം ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി നമ്മൾ ജസ്റ്റ് 23 നമ്മൾ ഇന്ന് കാണിക്കുന്നുള്ളൂ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് കയറിക്കേ. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയറും ചെയ്യണേ. കാരണം നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പെട്ടെന്ന് കയറും. ഞാൻ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് കോൺടാക്ട്സിലേക്കൊക്കെ അയക്കുന്നവർ അയക്കുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ കയറുന്നവർ ഒന്ന് ഹായ് പറയുമോ? ഞാൻ ലൈവ് ആണോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും അത്യാവശ്യം വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം വെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. സന്ധ്യ ബി ആർ ഹായ്. നിഷ ഗൗരി ശങ്കർ ഹായ്. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. ഇന്ദു സുനിൽ ഹായ്. ഷിത സുനിൽ ഹായ്. ശശി അഗർവാൾ ഹായ്. സുജിത അജിത് കുമാർ ഹായ്. ഞാനൊന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സുനിത നായർ ഹായ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലൈവിന്റെ സീരീസിന്റെ ഇത് തുടങ്ങുന്നത് NM സീരീസ് ആണ് കേട്ടോ. N ഫോർ നെക്ലസ്, M ഫോർ മണിപ്പൂർ. പെട്ടെന്ന് കോണ്ട് അങ്ങനെ കിട്ടിയത്. NM സീരീസ് ആണ് ഇന്നത്തെ ലൈവിന്റെ കളക്ഷൻസിന്റെ കോഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. ഞാൻ ഭയങ്കരമായിട്ട് താഴെയാണോ ഇരിക്കുന്നത്? സരേമ പിള്ളായി ഹായ്. ഒന്ന് ഷെയർ ചെയ്യണേ. മാക്സിമം എല്ലാവരോടും ഒന്ന് എത്തിക്കൂ പ്ലീസ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. NM സീരീസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. N4 കോഡ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ആ ഒരു നമ്പർ മാത്രം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. മാക്സിമം വന്നിട്ടുള്ള റേറ്റ് എത്രയാ 1000-നകത്തല്ലേ എല്ലാം? 1190 അതാണ് മാക്സിമം റേറ്റ് കേട്ടോ. ഹായ് ഷാരു. മാക്സിമം റേറ്റ് വന്നിട്ടുള്ളത് 1190 ആണ്. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ലോങ് ഹാരംസ് ഇല്ല കേട്ടോ, നെക്ലസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നെക്ലസ് ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ത്രെഡ് വരുന്ന ടൈപ്പിലുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഓക്കെ,
കുറച്ച് പേരുടെ കയറിയിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതിയിട്ടാകട്ടോ ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനൊന്ന് ഷെയറും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സുന്ദരി കുട്ടിയാണ്. താങ്ക് യു ശശി മാം. ലക്ഷ്മി വിനായക് ഹായ്. ശ്രീജ രമേശ് ഹായ്. പാലക്ക ലൈവ് ഉടനെ ഉണ്ടാകുമോ? പാലക്കയുടെ ലൈവ് എന്ന് ഉദ്ദേശിച്ചത് എങ്ങനത്തേതാണെന്നൊന്ന് പറയുമോ സന്ധ്യ വി ആർ? എനിക്ക് മനസ്സിലായില്ല. എങ്ങനത്തെ പാലക്ക ആണെന്നുള്ളത് ഒന്ന് പറയണേ. നമ്മുടെ ഈ നോർമൽ 5 കെട്ട് 6 കെട്ട് അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ്. അത് ലൈവ് വരാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. കാരണം ലൈവ് നമ്മളത് വരാൻ ചാൻസ് ഇല്ല. കാരണം അത് എപ്പോഴും നമുക്ക് നമ്മുടെ എപ്പോഴത്തെയും ഉള്ള കളക്ഷൻസ് ആണല്ലോ. അതിങ്ങനെ പുതിയതായിട്ട് സ്റ്റോക്ക് വരേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ കളക്ഷൻസ് എന്തെങ്കിലുമൊക്കെ വരണമെങ്കിലേ ഉള്ളൂ നമ്മളത് ലൈവ് ത്രൂ ലോഞ്ച് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇളക്കത്താലികൾ പല പല വെറൈറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളും അത് കൊണ്ടുവരികയാണ്. ഓക്കെ, NM01 ആണിത്. നമ്മുടെ നോർമൽ ഇളക്കത്താലിയാണ്. നോക്കിക്കേ, അതും ഇത് ആന്റിക് ചെട്ടനാട് ഷെയ്ഡാണ് കേട്ടോ. ചെട്ടനാട് ഷെയ്ഡിലുള്ള ഇളക്കത്താലിയാണ്. NM01 ആണിത്. 690 റുപ്പീസ്. നോക്കിക്കേ, 690 റുപ്പീസ് ആണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ നെക്കിലും കൂടെ വെച്ച് കാണിക്കാം. NM01 ആണ്. NM01 ഇതിന് മാച്ചിങ് ആയിട്ട് ഇത് ഇങ്ങനെ ഒരു ഈ ഇളക്കത്താലി സ്റ്റഡും കൂടെ ഉണ്ട്. എന്റെ താഴെ ഇളക്കത്താലി സ്റ്റഡും കൂടെ ഉണ്ട്. 690 റുപ്പീസ് കേട്ടോ. മായ മേനോൻ പടിയത് ഹായ്. 690 റുപ്പീസ് ആണ് ഇളക്കത്താലിയുടെ സ്റ്റഡ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മാല ഒന്ന് ഊരിയിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇട്ടിരുന്ന മാല ഇതാണ് കേട്ടോ. സിമ്പിൾ ചെയിൻ ഉണ്ടോ അർച്ചന? നിഷ ഗൗരി ശങ്കർ, ഓൾറെഡി സിമ്പിൾ ചെയിൻസിന്റെ ഒരു ലൈവ് നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് സിമ്പിൾ ചെയിൻസിന്റെ ലൈവിന്റെ ലിങ്കും അതിന്റെ അവൈലബിൾ കോഡ്സും അയച്ചു തരാം. ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഇതാണ് ഞാൻ ഇട്ട മാലയെ. ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള മാലയാണ്. അത് നമ്മുടെ ഒരു സിംഗപ്പൂർ കളക്ഷൻ പോലത്തെ ഒരു നല്ല ഡിസൈൻ, നല്ല വെറൈറ്റിയിലുള്ള ഒരു മാലയാണ്. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് വേണ്ടവർ സെപ്പറേറ്റ് പിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. NM01 ആണത്. 690 റുപ്പീസ്. സിംഗിൾ ആയിട്ടുള്ള ഒരു ലെയർ വന്നിട്ട് അതിൽ ഇളക്കത്താലിയുടെ താലി. ഓക്കെ, നമ്മുടെ നോർമൽ താലി ഡിസൈൻ അല്ല. കാരണം ഇത് ലക്ഷ്മി സുരേഷ് ഹായ്. നമ്മളുടെ ഒരു ഓവൽ ഷേപ്പാണ് നമ്മുടെ താലി എന്ന് പറയുന്നത്. അതൊരു ട്രയാങ്കിളും കൂടെ കലർന്നൊരു താലിയല്ലേ. ഒരു ഇങ്ങനെ കോണ് ചെല്ലിയിരിക്കുന്നത്. ഇതിനൊരു ഉരുളിമയും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇളക്കത്താലി, ഫസ്റ്റ് ഇളക്കത്താലി. NM01 ആണ്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തിൻ ബാംഗിൾസ് എപ്പോൾ വരും? ഗീത ഓൾറെഡി നമ്മൾ തിൻ ബാംഗിൾസിന്റെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്നുള്ള അവൈലബിൾ കോഡ്സ് തരാം. ഓർഡർ ലിങ്ക് പറഞ്ഞാൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി. തിൻ ബാംഗിൾസ് ആയിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവൈലബിൾ കളക്ഷൻസ് കാണിക്കാം. ഓക്കെ, കാണിക്കാം ഇൻ ദ സെൻസ് ലിങ്ക് തരാം, അവൈലബിൾ കോഡ്സും പറയാം. ഇതാണ് ഫസ്റ്റ് സെറ്റ്. NM01 ആണ്. 690 റുപ്പീസ്. നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള ഇളക്കത്താലി. അതും അതിൻ്റെ ആ അലുക്കിൻ്റെ അവിടെയുള്ള ഡിസൈനും കൂടെ വരുമ്പോൾ അതും ഇത് പ്രത്യേകിച്ച് നമ്മുടെ നോർമൽ ഇളക്കത്താലി. എനിക്കൊക്കെ പണ്ട് ഇളക്കത്താലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം അതിന് ഭയങ്കര ബ്ലിങ് ഇരിക്കുന്നത് കാരണം എനിക്കത് അതിൻ്റെ ആ ഗോൾഡ് ഷെയ്ഡും കൂടെ ഞാൻ പൊതുവേ ആൻറ്റിക്കിനോട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഗോൾഡിലുള്ള ഡിസൈനും ഗോൾഡ് ഷെയ്ഡ് വരുമ്പോഴും താല്പര്യമില്ല. പിന്നെ പോരാത്തതിന് അതിലിങ്ങനെ ഈ ലൈറ്റും കൂടെ അടിക്കുന്നത് കാരണം ഈ ഇളക്കത്താലിയുടെ അതിൽ നിന്ന് ഈ റിഫ്ലക്ഷൻ കൂടെ അടിക്കുന്നത് കാരണം ഭയങ്കര ബ്ലിങ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ആൻറ്റിക് ഷെയ്ഡിലുള്ളത് ഭയങ്കര ഭംഗിയായിരിക്കും. നോക്കിക്കേ, നല്ല രസമാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഈ കവണി ടൈപ്പിലുള്ള സാരി, അല്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ ഈ ഈ ചെട്ടനാട് സാരി പോലത്തെ സാരിയും മംഗൾഗിരി അങ്ങനത്തെ സാരികളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബോർഡർ വന്നിട്ട് ഒരു ആൻറ്റിക് ഷെയ്ഡാണ്. അപ്പോൾ അതിനൊക്കെ ഇതുപോലത്തെ ഞാൻ ഇന്ന് കാണിക്കുന്ന ലൈവിലുള്ള കളക്ഷൻസ് ഭയങ്കര മാച്ച് ആയിരിക്കും കേട്ടോ. അല്ല, നോർമൽ പ്രസ് ടൈപ്പാണ് മാം. ഓക്കെ, അപ്പോൾ ഇത് NM01 ആണ്. 690 റുപ്പീസ്. അടുത്തത് നല്ലൊരു ഫ്ലവർ പൂത്താലിയാണ്. ഞാൻ ഈ നെക്ക് വെക്കുന്നില്ല, ഇവിടെ വെച്ചേക്കട്ടോ. NM02 ആണ്. 690 റുപ്പീസ്. ഇതൊരു ഫ്ലവർ പൂത്താലിയാണ്. ഞാൻ വെച്ച് കാണിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇതാണ് ഡിസൈൻ. മേളിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഈ ട്രഡീഷണൽ ഈ അടിയലും പതക്കവും എന്നൊക്കെ പറയുന്നത് പോലത്തെ നമ്മുടെ അട്ടികൈ മാല ഉണ്ടല്ലോ, അതുപോലെ അട്ടികയും അല്ല അതിന് പറയുന്നതിന്
ഡീറ്റെയിൽ നല്ല അനുഭവം. കണ്ടസരം, കണ്ടസരം പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല. കണ്ടസരം പോലെ തോന്നുന്ന ആ ഒരു ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ മുകളിൽ. കണ്ടസരത്തിൽ ഫുള്ള് സ്റ്റോൺസ് ആണ് വരുന്നത്, പക്ഷെ അതുപോലെ ഏകദേശം വരുന്ന ഒരു ഡിസൈനാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും ഉണ്ട്. 690 rupees ഉള്ളി കേട്ടോ. ഈ ഒരു ഹാങ്ങിങ് തന്നെ നമ്മൾ കുറച്ചും കൂടെ വലിയതായിട്ട് സ്റ്റഡ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇത് കണ്ടോ, നല്ല രസമാണ്, നല്ല ഭംഗി. കാരണം അതിൻ്റെ താഴോട്ട് ഈ ഒരു അലക്കും കൂടെ കിടക്കുന്നത് കാരണം കഴുത്തേൽ ഇത് വെക്കുമ്പം നല്ല ഭംഗിയാണ്. കണ്ടോ, 690 rupees ആണിത്. NM02. ഇതിന് പ്രത്യേകിച്ച് ആ മേളിൽ ചിഞ്ചു ഹായ് ഓക്കെ, ഇതിൻ്റെ മേളിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനും കൂടെ വരുന്നത് കാരണം അതാണ് ഭംഗി. പക്ഷെ ഇത് സ്റ്റിഫാണ്, ബട്ട് നമ്മുടെ കഴുത്തേൽ വെച്ചാൽ കറക്റ്റ് കഴുത്ത് കവറേജ് കിട്ടും. ഓക്കെ, 690 rupees ആണ് NM02. ഓക്കെ, അടുത്തത് ചെറിയ കാശിൻ്റെ ഒരു മാലയാണ്. ചെറിയ കാശുമാല, കുട്ടി കോയിൻസ് ആണ്. നമ്മൾ നോർമൽ കാശുമാലയിൽ കാണുന്ന പോലത്തെ വലിയ കാശല്ല, കുഞ്ഞിതാണ്. ഞാൻ കാണിക്കുകയാണ്. നല്ല ഫ്ലെക്സിബിളും ആയിട്ടുള്ള മാലയാണ്. ഇതാണ് മാല. NM03 ആണ്. 590 rupees ഉള്ളി. ഇതാണ് മാല. ഹായ് അമേയ എന്ന് ഒന്ന് പറയുമോ? മോൾ അടുത്തിരുന്ന് പിണങ്ങുക. അയ്യോ ഹായ് അമേയ മോളെ, അമേയ കുട്ടി ഉമ്മ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മാല. നോക്കിക്കേ, സന്ധ്യയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് പാർഷ്യാലിറ്റി ആണെന്ന് തോന്നിക്കാണും അല്ലേ, പാവം. NM03 ആണ്. 590 rupees. ഇതാണ് ഓരോന്നിൻ്റെയും കാശിലെ ഡിസൈൻസ്. ഓക്കെ, നടുക്ക് വരുമ്പോഴത്തേക്കും അതൊരു ട്രിപ്പിൾ കാശായിട്ട് അടുപ്പിച്ച് വരുന്നുണ്ട്. ഈ കാശിൻ്റെ മേളിലായിട്ട് പീകോക്കും വരുന്നുണ്ട്. ഇതാണ് മാല. ഈ താഴത്തെ ഓർഡർ ലിങ്ക് കിടക്കുന്നത് കാരണം എനിക്ക് കവറേജ് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. ദീപ ആദിത്യ ഹായ്. നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള കാശിമാലയാണ്. സാധാരണ കാശിമാല എന്ന് പറയുമ്പോൾ വലിയ കോയിൻസ് ആവുമ്പോൾ അതിന് ഭയങ്കര വലുതാണെന്നുള്ള ഒരു തോന്നൽ വേണ്ട. ഇത് അങ്ങനത്തെ ഡിസൈൻ അല്ല, നോർമൽ ആയിട്ടുള്ള കാശിമാലയാണ്. എന്നാൽ നല്ല ട്രഡീഷണൽ ലുക്ക് വരുന്ന കാശിമാലയും കൂടെയാണ്. നിങ്ങൾക്ക് വേണേൽ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കാം. നിങ്ങൾക്ക് പിന്നീടുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ഇതിന്റെ കോഡ് മാത്രം പറഞ്ഞാൽ മതി. രമ്യ പാലായിൽ നോർമൽ ആയിട്ടുള്ള ഇളക്കത്താലി ഇപ്പോഴത് നമുക്ക് സ്റ്റോക്കിലില്ല. അത് പ്രീ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു വെക്കും കേട്ടോ രമ്യ. പ്രീ ഓർഡർ ചെയ്ത് തരാം. ഓക്കെ, അത് ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. അങ്ങനെ ഓർഡർ വേണ്ടവർ പറയുക. ഓക്കെ, ഇളക്കത്താലി, നമ്മുടെ നോർമൽ ഇളക്കത്താലി ഇപ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്റ്റോക്ക് ഇല്ല. കാരണം ഇപ്രാവശ്യം നമ്മൾ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇളക്കത്താലിയാണ് നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത്. ഓക്കെ, NM03 അതിന്റെ സ്റ്റഡ് ഇതാണ്. 590 rupees. ഹായ് ദീപ ആദിത്യ ഹായ്. ഞാൻ പറഞ്ഞായിരുന്നു ഹായ്. അടുത്തത് നമ്മുടെ അടിയലും പതക്കവും മാലയാണ്. ഇത് കുറേ പേര് നമ്മളോട് ചോദിച്ചു. ഇത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമ്മളിത് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ഇത് നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയുടെ ആയിരുന്നു. ഇത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അർച്ചന പേൾ റൂബി എമറാൾഡ് മിക്സ് ചെയ്താൽ വലിയ ബോൾസ് പേൾ മാല കൊണ്ടുവരാമോ ലേറ്റസ്റ്റ്? ഷൈജ സന്തോഷ് ഇന്നലത്തെ ലൈവ് കണ്ടായിരുന്നോ? നമ്മുടെ പേളും ഇതുപോലെ ലൈറ്റ് റൂബി, ലൈറ്റ് എമറാൾഡ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള മറ്റേ ഈ ലെയർ, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ മാല. അത് നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ലൈവിൽ നമ്മൾ കാണിച്ചിരുന്നു. ഒന്ന് പോയി കാണണേ കേട്ടോ ഷൈജ. ഇന്നലത്തെ നമ്മളുടെ പേൾ കളക്ഷൻസിനകത്ത് അത് കാണിച്ചിരുന്നു. ഇതാണ് മാല. NM04 ആണ്. ഇതിന് 4 കമ്മലുണ്ട്, ഐ മീൻ 2 പെയറുണ്ട്. ഇത് നമ്മുടെ റൂബിയുടെ ഇതാണ്. ഓക്കെ, അഡ്ഡലും പതക്കവും മാലയാണ്. ഇത് 1 സൈഡ് ആണ്. NM04 ആണിത്. 890 rupees ആണ്. 890 rupees. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്നതിനനുസരിച്ച് ഒറ്റ ഷെയർ മാത്രം മതി. ഒരുപാടൊന്നും ഷെയർ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ വാട്സാപ്പ് കോൺടാക്ട്സിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഇതിന്റെ സെക്കൻഡ് പെയർ എന്ന് പറയുന്നത് ഗ്രീൻ സൈഡ് വരുമ്പോൾ, അതായത് ഗ്രീൻ ഇതിൽ വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡ് നമുക്ക് മാറ്റിയിടാം. ഇങ്ങനെ 2-in-1 ആയിട്ടുള്ളതാണ്. NM04 ആണ്. 890 rupees. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു കോൺട്രാസ്റ്റിൽ വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ പച്ചക്കല്ല് അടിയല് പതക്കമാണ്. ഇങ്ങനെ ഇട്ട് നിങ്ങൾക്ക് ഇത് വെച്ച് സ്റ്റൈൽ ചെയ്യാം. അതല്ല നിങ്ങൾ വേറെ ഒരു പിങ്കും അല്ലെങ്കിൽ ഒരു പച്ച സാരി ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മുടെ റെഡ് ഇട്ട് പിങ്ക് ഇട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഞാൻ ഇട്ടിരിക്കുന്നത് കോഫി ബ്രൗൺ ആയത് കാരണമാണ് ഞാൻ പച്ച ഇട്ട് കോൺട്രാസ്റ്റിൽ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ സാരി പച്ചയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിങ്ക് ഇട്ട് സ്റ്റൈൽ ചെയ്യാം. അതല്ല പച്ച സാരി തന്നെയാണെങ്കിൽ പിങ്കോ ഇത് സെയിം കളർ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കോൺട്രാസ്റ്റ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, NM04 ആണ്. 890 rupees.
സിംഗിൾ മാല പാറ്റേൺ എന്തെങ്കിലും റെഫറൻസ് പിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷൈജ ഒന്ന് അയക്കൂ, നോക്കാം. നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അറിയിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത സെറ്റ് നമ്മൾ പാലയ്ക്കായി നാഗപടത്തിൽ പുതിയതായിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന നാഗപടം എന്നൊക്കെ പറയുന്നത് നേരെ ഉള്ളതായിരുന്നു. അതായത് കിടത്തി നേരെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മൾ ഇടുന്നതായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് പെട്ടെന്ന് ശർക്കര വരട്ടി കഴിക്കാൻ തോന്നുന്നു. അതെന്താ പെട്ടെന്ന് വൈൻ ടേസ്റ്റ് വരുന്നു, ഓണമൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെ, ഇത് നമ്മൾ കിടത്തി ഇട്ടിരിക്കുന്ന നാഗപടം, അതും നല്ല നീലയിൽ മുകളിൽ നമ്മുടെ പീകോക്ക് ബ്ലൂവിൽ മുകളിൽ പീകോക്ക് ഗ്രീൻ സ്റ്റോൺസ് വരുന്ന സെറ്റാണ്. പീകോക്ക് ബ്ലൂവിൽ പീകോക്ക് ഗ്രീൻ സ്റ്റോൺസ് വരുന്നത്. ഇത് നമുക്കത് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വട്ടത്തിൽ കിടക്കും, നല്ല രസമാണ്. NM 005 ആണ്, അത് 590 റുപ്പീസ് ആണ് കേട്ടോ. NM 05 590 റുപ്പീസ്. കുട്ടി സ്റ്റഡും വരുന്നുണ്ട്. ഓക്കെ, കുട്ടി സ്റ്റഡാണ്. NM 05 ആണ്, 590 റുപ്പീസ് ആണ്. ഇതും കഴുത്ത് വട്ടം കിടക്കണം, എന്നാലാണ് അതിന്റെ ഭംഗി. കാരണം ആ സ്റ്റോൺസിന്റെ കളറാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. അപ്പൊ ആ സ്റ്റോൺ കളർ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴുത്തിൽ തന്നെ കിടക്കണം. ഓക്കെ, NM 05 ആണിത്, 590 റുപ്പീസ്, 590 രൂപ. 590 റുപ്പീസ് NM 05. ഷെയർ ചെയ്യണേ എല്ലാവരും. ഇനി അതിന്റെ തന്നെ കളർ വേരിയേഷൻ ആണ് വരുന്നത്. നല്ല പച്ചക്കല്ലിലുള്ള നാഗപടം, നമ്മുടെ നോർമൽ നാഗപടത്തിന്റെ കളർ തന്നെ, അതും എഗെയിൻ നമ്മൾ കിടത്തിയിട്ടിരിക്കുകയാണ്. NM 06 ആണ്, എഗെയിൻ 590 റുപ്പീസ്, സെയിം റേറ്റ് ആണ് കേട്ടോ. NM 06 590. NM 06 ആണ്, നല്ല പച്ചയിൽ നല്ല റെഡിന്റെ സ്റ്റോൺസ് ആണ്, കോൺട്രാസ്റ്റ് സ്റ്റോൺസ് വെച്ചിരിക്കുകയാണ്. കിടത്തി ഇട്ടിരിക്കുന്ന നാഗപടം, അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും ഉണ്ട്, സെയിം സ്റ്റഡാണ്. ഇത് പിങ്ക് സ്റ്റോണിന് പകരം ഒരു പിങ്ക് ആണ്, പിങ്കിഷ് റെഡ് എന്നൊക്കെ പറയാം. നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോഴത്തേക്ക് നല്ല റെഡ് ആണ് എടുത്ത് നിൽക്കുന്നത്, പക്ഷേ പിങ്കിഷ് റെഡ് ആണ് കേട്ടോ. NM 06 ആണ്, 590 റുപ്പീസ്, 590 രൂപ. നോക്കിക്കേ, 590 രൂപ. ഓക്കെ, അടുത്തത് അതിന്റെ തന്നെ നല്ല പർപ്പിൾ ഷെയ്ഡാണ്. ഇത് സ്റ്റോൺ അല്ല കേട്ടോ, ഇത് സ്റ്റോൺ അല്ല, ഇത് ഇനാമൽ ആണ്. ഓക്കെ, സ്റ്റോൺ അല്ല. ഈ കാണിച്ചിരിക്കുന്ന നാഗപടത്തിന്റെ 3 സ്റ്റോൺ അല്ല, ഇനാമൽ ആണ്. NM 06 ആണ്, 7 ആണ് ഇപ്പൊ കാണിക്കുന്നത്. അതിന്റെ തന്നെ നല്ല പർപ്പിൾ കളർ, പർപ്പിളില് പിങ്ക് കോമ്പിനേഷൻ ആണ്. NM 07 ആണ്, 590 റുപ്പീസ്, 590 രൂപ, 590 റുപ്പീസ്. നാഗപടം നല്ല ഈ ഓമനത്തുള്ള നാഗപടമാണ്. സാധാരണ നാഗപടത്തിനൊക്കെ കുറച്ച് നീളമുണ്ട്, ഇത് കുറച്ചും കൂടെ ഒരു കുറുകിയ നാഗപടമാണ്, കുള്ളൻ നാഗപടം. ഓക്കെ, NM 07 ആണ്, 590 റുപ്പീസ്. ഇതിങ്ങനെ കിടത്തിയിട്ടിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇതിന് നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഞാൻ ട്രൈ ചെയ്യാം, ഉറപ്പ് പറയുന്നില്ല. കാരണം ഇത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. കണ്ടോ, ഇതിങ്ങനെ മേളത്ത് ഈ കൊളുത്തിൽ ഇങ്ങനെ കോർത്ത് പോയാൽ മതി. കിടത്തി ഇടുമ്പോഴത്തേക്ക് നമുക്ക് അതിന് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളും കൂടെ വരും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. NM 07 590 റുപ്പീസ്, 590 രൂപ. അടുത്തത് നമ്മളുടെ കാശിമാലയാണ്. കാശിമാലയിൽ കുറേ പേര് നമ്മളോട് ചോദിച്ചു കാശിമാലയുടെ കാറ്റലോഗ് ആസറ്റ് ആയിട്ട് അയച്ചു തരാമോന്ന്. പക്ഷേ കാറ്റലോഗ് ആയിട്ട് അയച്ചു തരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിൻ്റെ വെറൈറ്റി പല രീതിയിൽ വന്നും പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരേ പാറ്റേൺ ചിലപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ നോർമൽ കാശിമാലയാണ്. നോർമൽ കാശിമാല എന്ന് വെച്ചാൽ കാശിമാലയിലുള്ള ഈ ദേവിയുടെ ഇംപ്രിന്റ് 3D ആണ് കേട്ടോ. അത് അതിനകത്ത് ഇങ്ങനെ 2D അല്ല, മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ ദേവി കാശിമാല ഞാൻ ഓൾറെഡി റീലിട്ടിരുന്നു. അത് നല്ലപോലെ ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ദേവിയാണ്. മാത്രമല്ല അത് കാശിന്റെ മേളില് ഇതുപോലത്തെ ഡിസൈൻ അല്ല, അതൊരു ഗോപുരം ഡിസൈൻ ആണ്. ഇതൊരു കലശം ഡിസൈൻ പോലെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തുള്ളൂ കേട്ടോ. അത് മാത്രമല്ല ഇതിന്റെ നടുക്കത്തെ കാശ് വലുതാണ്. ഓക്കെ, NM 08 ആണ്, 690 റുപ്പീസ്, 690 രൂപ, 690. അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡാണ്. ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബോഡിയിലുള്ള കളർ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഞാൻ റീല് ചെയ്യുമ്പോഴും ലൈവ് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം എന്നാണ്, റീല് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഫിൽറ്റേഴ്സും അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കളർ ചിലപ്പോൾ അങ്ങനെ അറിഞ്ഞെന്ന് വരില്ല. പിന്നെ മാത്രമല്ല ഒരു കോൺവെർസേഷൻ ഉണ്ടാവില്ല. ലൈവ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുകയും ചെയ്യാം. മാത്രമല്ല കറക്റ്റ് ആയിട്ടുള്ള ബോഡിയിൽ വെച്ചിട്ടുള്ള കളറും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. NM 8 ആണ്, 8ാമത്തെ കോഡാണ്. ഫുൾ പിങ്ക് സ്റ്റോൺ ആണ് കേട്ടോ ഓരോ കാശിന്റെ മേളില്, 690 റുപ്പീസ്, NM 08. അടുത്തത് നമ്മൾ ഇളക്കത്താരിയിൽ ആരും ഒന്നും മിണ്ടാത്തതുണ്ടാ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലുമൊക്കെ മിണ്ടൂ. ഞാൻ മാത്രം ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്ന ശരിയല്ലോ. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടൂ. NM
10 ആണ്, NM10 ആണ്, 9 ഇല്ല കേട്ടോ. NM8 കഴിഞ്ഞിട്ട് NM10 ആണ്, 9 ഇല്ല. ഓക്കെ, അപ്പൊ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഇളക്കത്താലിയിൽ തന്നെ ഒരു വെറൈറ്റിയിലാണ്. നോക്കിക്കേ, ഇളക്കത്താലിയിൽ ഞാൻ ആദ്യമേ കാണിച്ച ഇളക്കത്താലി ഉണ്ടല്ലോ, ആ ഇളക്കത്താലിയുടെ അതേ താലി ഡിസൈനിൽ നടുക്ക് നമ്മൾ ദേവിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് താഴോട്ട് വൈറ്റ് പേൾ ബീഡ്സ് ആണ്. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരെണ്ണം പോയിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. വൈറ്റ് പേൾ ബീഡ്സ് ആണ്. ആ വൈറ്റ് പേൾ വരുന്നതാണ് ഇതിൻ്റെ പ്ലസ്. കാരണം ഇതിൻ്റെ മറ്റേ ഗോൾഡൻ ബീഡ്സ് ഉള്ളതും ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഐവറി ആൻഡ് ഗോൾഡ്, ഈവൻ ഡ്രസ്സിൻ്റെ കോമ്പിനേഷനിലാണെങ്കിൽ ഐവറി ആൻഡ് ഒരു കവണി ഷെയ്ഡ്, അല്ലെങ്കിൽ കവണി ആൻഡ് ഗോൾഡ് ഷെയ്ഡ്, ആൻറ്റി ഗോൾഡ് ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര ഒരു എലഗൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോൾഡ് ഫുള്ളോടെ ഇടാതെ പേളിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഇട്ടു. ഇതാണ് മാല. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. NM10 ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. NM10 10ാമത്തെ കോഡാണ് NM10. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡും ഉണ്ട്. ദേവിയുടെ സ്റ്റഡാണ്, അതിൻ്റെ ഇടയ്ക്കൊന്നും പോയി. ദേവിയുടെ സ്റ്റഡാണ്. നമ്മൾ ഈ ഒരു ബീഡ്സ് ഇടുന്നതാണ് കേട്ടോ, അതാ ഇതിൻ്റെ പോന്നിരിക്കുന്നത്. അത് ഫിക്സ് ചെയ്തോളാം. ഓക്കെ, ബീഡ്സ് ആണ്, നോർമൽ ബീഡ്സ് ആണ്. ഓക്കെ, ഇത് നല്ല ഭംഗി. NM10 ആണ് ഇപ്പം കാണിക്കുന്നത്. 990 rupees. കണ്ട, നല്ല രസമാണ്. ആ ഒരു ഇപ്പം ഇത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെയും ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര എടുപ്പ് വരത്തില്ല. അതിന് താഴെ ആ ഒരു വൈറ്റും കൂടെ വരുന്നത് കൊണ്ടാണ് എപ്പോഴും ഒരു ഓണം സീസണിലൊക്കെ എപ്പോഴും കസവ് സാരി എന്ന് പറയുമ്പോൾ ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡ് ഷെയ്ഡ്, അല്ലെന്നുണ്ടെങ്കിൽ കവണി, അതായത് ടിഷ്യൂ ആൻഡ് ഗോൾഡ് ഷെയ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കോട്ടൺ വൈറ്റ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ എപ്പോഴും ആ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ ആണല്ലോ വരുന്നത്. ഹായ് ഇന്ദു. അപ്പം അതിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിക്കേ, നല്ല ഭംഗിയാണ്. താഴെ ഈ ഒരു പേളും കൂടെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണത്. NM10 ആണിത്, 10ാമത്തെ കോഡ്. 990 rupees ഉള്ളി, 990 rupees. ഇതാണ് കമ്മൽ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത്രയും വലിയ മാല ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് കമ്മൽ മതി. ഓക്കെ, അപ്പം NM10 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 990 rupees. ഞാൻ കൂടുതൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ സംസാരിച്ചങ്ങ് പോവും, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകണം. 10 ആയതേ ഉള്ളൂ. ഇനി നമുക്ക് 13 കൂടെ കാണിക്കാനുണ്ട് കേട്ടോ. NM10 ആണ്, അത് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും. NM10 ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അടുത്തത് NM11 ആണ്. ഇത് വന്നിട്ട് അടുത്തത് വന്നിട്ട് കുഞ്ഞു കുട്ടികൾക്കും അല്ല വലിയവർക്കാണേലും പറ്റിയ നല്ല അട്ടികൈമാലയാണ് കേട്ടോ. ഇത് കുറേ പേര് ചോദിച്ചിരുന്നു, അത് കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ ടൈപ്പുള്ള. ഞാൻ പിള്ളേർക്ക് പറ്റിയതിൻ്റെ മാത്രമായിട്ടുള്ള വേറൊരു ലൈവ് അല്ലെങ്കിൽ ഞാൻ റീൽസ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് കുട്ടികളിൽ എങ്ങനെ ഇട്ടാൽ ഉണ്ടാകും എന്നുള്ളത് അറിയണം നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടി തന്നെയായിട്ട് ഞാൻ വേറൊരു വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യാം. ഓക്കെ, NM11 ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. 790 rupees ആണ് കേട്ടോ. 790 rupees ഒരു ആട്ടികൈ മാലയാണ്. ഇതിൻ്റെ വലിപ്പം ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കാം. എനിക്കൊന്നും കാണത്തില്ല, എനിക്കിത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. കുഴപ്പമില്ല, അറിയുന്നൊക്കെ ഉണ്ട്. സിമ്പിളായിട്ടുള്ള മാലയാണ്. ആർക്കെങ്കിലും നല്ല സിമ്പിളായിട്ട് ഇതുപോലെ സ്റ്റോൺസ് മാത്രം, നല്ല ഭംഗിയുണ്ടല്ലേ, അല്ലേ? NM11 ആണിത്. 790 rupees, 790 രൂപയാണ്. ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും ഉണ്ട്. ഇത് വലിയവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ ഒരുപോലെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഡിസൈനാണ്. ഡിസൈൻ ഇൻ ദ സെൻസ് അതിൻ്റെ സൈസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മാത്രമല്ല ഡിസൈൻ എപ്പോഴും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡിസൈനാണ്. നമ്മുടെ അട്ടികൈമാലയാണ്. അതിൻ്റെ പിങ്ക് സ്റ്റോൺ വരുന്നതാണ്. അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും ഉണ്ട്. 790 NM11 ആണ്. 790 rupees ആണ് കേട്ടോ. NM11 790 rupees. NM11 NM11 ആണ്. അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് ആണിത്. NM11 ഇതാണ് മാല. ഓക്കെ, 11ാമത്തെ കോഡാണിത്. 11th കോഡാണിത്. 790 rupees, 790 രൂപ. 790. അടുത്തത് NM12 ആണ്. ഞാൻ ആദ്യമേ കാണിച്ച നമ്മുടെ ആ കണ്ടസരം പോലെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവർ പൂത്താലി, അതിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ ആണ്. ഇതിൻ്റെ പിങ്ക് ആണ് ഞാൻ ആദ്യമേ കാണിച്ചത്, അതിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ ആണ്. ഇത് ഞാൻ വെച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ്. NM12 ആണ്. 12ാമത്തെ കോഡാണിത്. 690.
ഇതിൻ്റെ പുറകിലത്തെ ത്രെഡൊക്കെ നമ്മുടെ ഈ റിയൽ ഗോൾഡിൻ്റെ ടെമ്പിൾ ജ്വല്ലറിയുടെ പോലെ തന്നെ നല്ല വർക്കിൽ നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. കാരണം അത് അത്രയ്ക്കും നല്ല ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് വരുന്ന ഒരു മാലയാണ്. കണ്ട അയ്യടാ എന്ത് രസം, നല്ല ഭംഗിയാണ് ഈ മാലയൊക്കെ. പ്രത്യേകിച്ച് ഡാൻസേഴ്സിനൊക്കെ പറ്റി നല്ലൊരു മാലയാണ്. കാരണം അവരുടെ ഈ കഴുത്തിൻ്റെ മിക്ക ഭരതനാട്യത്തിനൊക്കെ എന്ന് വരുമ്പോഴത്തേക്കും മേളിലൊരു മാല, പിന്നെ വലിയ മാല, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇടുന്നത്. അപ്പം ഇടയ്ക്കത്തെ ഈ ഭാഗം, ഇത്രയും ഭാഗമൊക്കെ ചിലപ്പം ഒന്ന് പ്ലെയിൻ ആയിട്ടിരിക്കും. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാരണം ഇവിടെ ഒരു കളർ എലമെന്റ് വരുന്നുണ്ട്. പിന്നെ നടുക്ക് ഒരു വേണമെങ്കിൽ ഒരു മാല ഇടാം, പിന്നെ ലോങ് മാല, ടെമ്പിളിൻ്റെ പേൾ സെറ്റ് ആയിരിക്കും എല്ലാവരും ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഡാൻസിനൊക്കെ പറ്റിയ മാലയാണ് കേട്ടോ. NM12 ആണിത്, 12ാമത്തെ കോഡാണ്. ഇത് ക്ലോസപ്പിൽ കാണിക്കാം. 12ാമത്തെ കോഡാണിത്. 690 rupees മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്. ഡാൻസിന് മാത്രമല്ല, ഇത് മറ്റേ നമ്മുടെ ഇതിനൊക്കെ ചേരും കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ഏത് അറ്റയറിൻ്റെയും കൂട്ടത്തിലും പോരും. ഓക്കെ, NM14 ആണ് അടുത്തത്. ഇതാണ് നമ്മളുടെ ഷോ സ്റ്റോപ്പർ ആണ് ഇന്നത്തെ. ഇത് നമ്മുടെ കസവ് മാലയിൽ വന്നിരിക്കുന്ന സെറ്റാണ്. കസവ് മാലയുടെ അതേ ഡിസൈനിൽ വന്നിരിക്കുന്ന സെറ്റാണ്. ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ മാല വന്നിരിക്കുന്നത്. കമ്മൽ ഇതാണ്. NM14 ആണ്, 14ാമത്തെ കോഡാണ്. 890 rupees ഉള്ളി. NM14 14ാമത്തെ കോഡാണിത്. 890 rupees, 890. ഇതാണ് കമ്മല്, പീകോക്കിന്റെ കമ്മലാണ്. 890. ഇതാണ് ചെയിൻ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് നിങ്ങൾ കുറച്ചൊന്ന് പാടുപെടണം ഇതിടാനായിട്ട്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റേറ്റ്മെന്റ് പീസ് ആണ്. ഇതിൻ്റെ ഇവിടെയാണ് ഇതിന്റെ സ്ക്രൂ വരുന്നത്. ഓക്കെ, കഴിവതും നിങ്ങൾ സ്ക്രൂ മുഴുവനോടെ ഊരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ മാലയുടെ കട ബാങ്കിൽ ഇടുന്ന മാലയുടെ കട ബാങ്കിൽ ഇടുന്നത് പോലെ തന്നെയാണ് ഏകദേശം ഇത് സംഭവം. അപ്പം എനിക്ക് കഴുത്തിന് ഇത്തിരി വണ്ണം ഉള്ളത് കാരണം ഞാൻ കുറച്ച് ഇടാനായിട്ട് കുറച്ച് പാടുപെടും. ഓ ഓക്കെ, ഇനി നിങ്ങളിത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഇത് ഫിക്സ് ചെയ്തിട്ട് വാവ് കയറിയ തിരിക്കുന്നത് എങ്ങോട്ടാന്ന് നോക്കി വെച്ചേക്കണേ. ഊരുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. കേറി ഓക്കെ ഇട്ടു. ഇതാണ് മാല. ഭയങ്കര നല്ല മാലയാണ്. അതായത് ഇതിനൊരു ഭയങ്കര എലഗന്റ് പീസാണ്. നല്ല വൈഡ് നെക്കിന്റെ കൂട്ടത്തിലൊക്കെ ഇതുപോലത്തെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇവിടെയാണിത്. ഇപ്പം ഇതിനകത്ത് വരുന്ന ഈ ഒരു സ്റ്റോൺ വന്നിട്ട് ജഡായു സ്റ്റോൺ ആണ്. ഇത് ജഡായു കുന്തൻ സ്റ്റോൺ ആണ്. ഇവിടെ 2 ജഡായു സ്റ്റോൺസ് വരുന്നുണ്ട്. ഞാൻ ഊരി കാണിച്ചിട്ട് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇങ്ങനെയാണ് മാല. ഇങ്ങനെയാണ് കേട്ടോ മാല വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ നോർമൽ കസവ് ചെയിൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ വേറെ ഒരു പാറ്റേണും കൂടെ വരുന്നുണ്ട്. ഇതാണ് അടുത്ത. ജയശ്രീ കെ ഹായ്. നിങ്ങളൊക്കെ ആരും എന്താ ഒന്നും മിണ്ടാത്ത പിള്ളേരെ? എന്തെങ്കിലുമൊക്കെ മിണ്ടൂ. എൻ്റെ ആശാക്കുട്ടൻ എന്തിയേ? സ്ഥിരമായിട്ടുള്ളൊരു കുറേ പേരുണ്ടല്ലോ. പാർവതി ഗിരീഷ്, ആശാക്കുട്ടൻ, പിന്നെ നമ്മുടെ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, അങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ ഇവിടെ പോയി. അപ്പം NM14 ആണിത്. 890 rupees കേട്ടോ. 890. ഇതാണ് മാല. ഇത് ഞാൻ കുറേ പാടുപെട്ടിട്ടാണ് കേട്ടോ. പാടുപെട്ടുന്ന സെൻസ് എനിക്ക് കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ടാണ് നമുക്ക് ഇടാൻ പറ്റും. നമ്മൾ കണ്ടുകൊണ്ടാണല്ലോ ഇടുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഞാൻ രൂപം വെച്ചിട്ട് വേണമല്ലോ ഇടാൻ. അതാണേ. ഇതാണ് മാല. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ വരുന്നത്. കണ്ടോ, ബാക്ക് സൈഡ് ആണ് ഇങ്ങനെ വരുന്നത്. ശൈലജ ശങ്കർ ഹായ്. ഇത് നിങ്ങൾ ഇങ്ങനെ കയറ്റി ഇതിന്റെ ഈ പുറകു വശം ഇങ്ങനെ കയറ്റി ഇത് കറക്റ്റായിട്ട് ആ ലോക്ക് വീണിട്ട് തിരിച്ച് കയറ്റുക. കണ്ട, ഞാൻ ഇതിന്റെ ക്ലോസപ്പ് കാണിക്കാം. ആ കമ്മലയിൽ വന്നിരിക്കുന്ന അതേ സംഭവം തന്നെയാണ് മാലയിൽ വന്നിരിക്കുന്നത്. കണ്ടോ, 2 പീകോക്ക്, എന്നിട്ട് 2 ജഡായു സ്റ്റോൺസ് ഇവിടെ ഇങ്ങനെ 2 ഡിസൈനിൽ വന്നിരിക്കുന്നു. എന്നിട്ട് നടുക്കും സ്റ്റോൺസ്, അപ്പുറത്തും ഇപ്പുറത്തെ സ്റ്റോൺ. ഇതാണ് മാല. ഓക്കെ, ഇത് NM14 ആണ്. 14ാമത്തെ കൂടാണത്. 890. എന്നെ നമ്മൾ പഠിച്ചു. 890 rupees, 890 രൂപ. ക്യൂട്ട് ആൻഡ് ഡിഫറെന്റ് പീസ്. താങ്ക് യു സോ മച്ച് ശൈലജ. NM14 ആണ് അത്. അടുത്തത് NM15 ആണ്. നമ്മളുടെ ഇളക്കത്താലി, ഞാൻ ആദ്യമേ കാണിച്ച ഇളക്കത്താലിയുടെ സ്റ്റോൺ വേർഷൻ.
കുറെ ആയോടാ സ്റ്റാർട്ട് ചെയ്തിട്ട്. യെസ് എടാ 15ാമത്തതായി. സാരയില്ല, ലൈവ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കണ്ടാൽ മതി. NM15 ആണിത്, 790 rupees. ഇത് ഇളക്കത്താലി നമ്മുടെ ചെട്ടനാട് വേർഷനിൽ സ്റ്റോൺസും കൂടെ വരുന്ന സെറ്റ്. ഇതിന്റെ ഫസ്റ്റ് ഞാൻ ഏറ്റവും ആദ്യമേ നമ്മൾ കാണിച്ച NM01 എന്ന് പറയുന്നത് സ്റ്റോൺ ഇല്ലാത്തതായിരുന്നു. ഇത് സ്റ്റോൺ ഉള്ള വേർഷനാണ് കേട്ടോ. NM15 ആണിത്, 790 rupees. സ്റ്റോൺസ് വരുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. സ്റ്റോൺസ് വരുന്ന ഇടക്കത്താലിയുടെ വേർഷൻ. ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തേത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഓണം നിങ്ങൾ നല്ലപോലെ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ഇട്ട് അടിച്ച് പൊളിക്കുക. ഓക്കെ, NM15 ആണിത്, 790 rupees. ഞാൻ ഈ സാരി ഇങ്ങോട്ട് മാറ്റി വെക്കുന്നതൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്കത് നെക്കിൽ വെച്ചാലേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കളർ ശരിക്കും അറിയാൻ പറ്റും. പക്ഷെ എന്നാലും നെക്കിൽ വെച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ജ്വല്ലറിയുടെ കളർ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഇതാണ് NM15 ആണിത്, 790 rupees, 790 രൂപ. കഴിച്ചാ 790 rupees, 790, 790. ഇതാ പിങ്ക് സ്റ്റോണും കൂടെ വരുന്നുണ്ട്, അതാണ് 790. അടുത്തത് NM16 ആണ്. ഇതൊരു താമരമാലയാണ്. ഞാൻ ഇതിൻ്റെ കമ്മൽ കാണിക്കാം. നമ്മുടെ നോർമൽ പ്രോപ്പർ ആയിട്ടുള്ള താമരയാണിത്. നല്ല ഒരു 3D എഫക്റ്റ് വരുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു താമരയാണിത്. ആ താമരയുടെ ഒരു മാലയാണ് ഞാൻ ഇനി കാണിക്കുന്നത്. ഇതാണ് മാല കേട്ടോ. ഞാൻ വെച്ച് കാണിക്കാം. നല്ല ഭംഗിയുള്ള മാലയാണ്. NM16 ആണിത്, 590 rupees. NM16, 590 rupees. ഒരു വെറൈറ്റി മാലയാണ്, പക്ഷെ നല്ല ഒരു ലുക്കുള്ള മാല. നോക്കിക്ക് നല്ല ഒരു ഇടയ്ക്കൂടെയുള്ള ആ ബീഡ്സ് ഒക്കെ നല്ല ഇങ്ങനെ നല്ല 3D എഫക്റ്റ് വന്നിട്ടുള്ളൊരു മാലയാണ്. NM16, 16ാമത്തെ കോഡാണിത്. കമ്മൽ ഇതാണ്, 590, 590 രൂപ കേട്ടോ. 590, NM16. കണ്ട, ഞാൻ ഇന്നത്തെ ഈ ഒരു സാരി ഞാൻ ഉടുക്കാൻ കാര്യം തന്നെ ഈ ഒരു ജ്വല്ലറി എല്ലാം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം കറക്റ്റ് ആ ഒരു ആൻറ്റിക് ഷെയ്ഡിൻ്റെയാണ് എൻ്റെ സാരിയും ബ്ലൗസും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയില്ല. NM16 ആണ് ഇപ്പോൾ കാണിക്കുന്നത്, 590. ഓക്കെ, അടുത്ത സെറ്റ് NM17 ആണ്. ഇതൊരു കാശുമാല വിത്ത് ലോക്കറ്റ് ആണ്. NM17, 790 rupees. അതിൻ്റെ കമ്മൽ ഇതാണ്, ഒരു ജിമുക്കിയാണ്. അതിന് മാല വന്നിട്ട് ഇതാണ്. NM17, 17ാമത്തെ കോഡാണിത്, 17th കോഡാണ്, 790 rupees. നല്ല ഒരു സ്റ്റോൺ പെൻഡന്റ് നടുക്ക് വന്നിട്ട് അതൊരു ഒരു ടെമ്പിൾ ഇംപ്രിന്റ് അങ്ങനെ ഒന്നുമില്ല. ഒരു പുലിനകം പോലത്തെ, നമ്മുടെ പണ്ടത്തെ പുലിനകം ലോക്കറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ ലോക്കറ്റ് വന്നിട്ട് കാശിന്റെ മാലയാണ്. ടെമ്പിൾ ഇംപ്രിന്റ് ലോക്കറ്റിലാട്ടോ ഇല്ലാത്തത്, ഇതിലുണ്ട്, കാശിലുണ്ട്. ഇതാ NM17 കണ്ടോ, 17ാമത്തെ കോഡാണ്. ലോക്കറ്റ് വന്നിട്ട് മാല കാശ്. NM17 ആണിത്, 790 രൂപ. NM17, 17ാമത്തെ കോഡ്. ഓക്കെ, ഞാനിത് നെക്കിലും കൂടെ വെച്ച് കാണിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് വല്ലതും എടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. 17ാമത്തെ കോഡാണ്, 790 rupees. കണ്ടോ, നല്ല ഭംഗിയില്ല. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവരെടുത്തോളൂ. മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും ഉണ്ട്. 790 rupees ആണ് കേട്ടോ. NM17 ആണ്, 790 rupees. NM17, 790 rupees. 790 കേട്ടോ, 790. NM17. അടുത്തത് ഒരു നല്ലൊരു ഒരു ദേവി സെറ്റാണ് കേട്ടോ. നോക്കിക്കേ, പക്ഷെ പിള്ളേർക്കൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ്. NM18 ആണ്, 790 rupees. മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും വരുന്നുണ്ട്. പിള്ളേർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. NM18 ആണ്, 790 rupees. വലിയ വലിപ്പമൊന്നുമില്ലാത്ത ചെറിയൊരു നഗാസുമാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര വലിയ നക്ഷി വർക്ക് ഇല്ല എങ്കിലും അങ്ങനെ വേണേൽ പറയാം. NM18 ആണ്, 790 രൂപ, 790 rupees. ഓക്കെ, അടുത്ത സെറ്റ് NM19 ആണ്. ഞാൻ മുന്നേ കാണിച്ച നമ്മുടെ കസവ് മാല, മറ്റേ സ്റ്റേറ്റ്മെന്റ് പീസ് ഉണ്ടല്ലോ, അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ്. ഇതിനകത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ചെയിനിൽ ഇത് ഇങ്ങനത്തെ വർക്കും ഉണ്ട്. മറ്റൊരു പ്ലെയിൻ കസവ് മാലയായിരുന്നു, ഇത് ഇങ്ങനെ ഒരു വർക്കും കൂടെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ലോക്കറ്റിൽ ഇത് ഇതുപോലത്തെ ഒരു പക്ഷിയാണ്. മറ്റേത് മയിലായിരുന്നു. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഒരു പ്രാവെന്നൊക്കെ വേണേൽ പറയാം, ഒരു പക്ഷി.
സെയിം സാധനം തന്നെ, ഡിസൈൻ ഒക്കെ സെയിം, ഒരു പാറ്റേൺ മൊത്തത്തിൽ പാറ്റേൺ സെയിം ആണ്, പക്ഷെ ഡിസൈൻ പക്ഷിയായിട്ട് മാറി. പക്ഷി ഇൻ ദ സെൻസ് ഒരു പ്രാവ് പോലത്തെ ഇതായിട്ട് മാറി. പിന്നെ ചെയിനയിലും കുറച്ച് വ്യത്യാസം. ഓക്കെ, അതേ ഉള്ളൂ. NM19 ആണ് 890 rupees. ഞാൻ ലൈവിൽ ഉണ്ടല്ലോ അല്ലേ, കാരണം എനിക്ക് ആരും കമൻസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിധി ഹായ്, ഞാൻ ലൈവ് ആണല്ലോ, കാരണം ആരും ഒന്നും പറയാത്തത് കൊണ്ടാണോ അതോ എനിക്ക് ലൈവ് കമൻസ് കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ല, എനിക്ക് തോന്നിയതല്ല. ഓക്കെ, അപ്പോൾ NM19 ആണത് 890 rupees, 890 രൂപ കേട്ടോ. 890 NM19. അടുത്തത് NM20 ആണ് നമ്മളുടെ അട്ടികൈമാല. അട്ടികയിലും പതക്കവും തന്നെ നമ്മുടെ മുന്നേ കാണിച്ച ആ ഒരു ഫുൾ പിങ്ക് സ്റ്റോണിന് പകരം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ്. NM20 ആണത്. 20ാമത്തെ കോഡാണ്. 890 rupees. ഫുൾ വൈറ്റ് സ്റ്റോൺസ്, ഫുൾ AD സ്റ്റോൺസ് ആണത്. NM20 ആണത്. 890 രൂപ കേട്ടോ. പുറകിൽ ഇത് ഇങ്ങനത്തെ അഡ്ജസ്റ്റബിൾ ത്രെഡ് ഉണ്ട്. കുറച്ച് ലേറ്റ് ആയി. അയ്യോ, എന്ത് പറ്റിയായിരുന്നാ? നല്ല കളക്ഷൻസ് ആണ്, മിസ് ചെയ്യരുത്. ലൈവ് കഴിഞ്ഞിട്ട് ആദ്യം മുതൽ ഒന്നും കൂടെ കാണണം. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. ഇതുവരെ ഞാൻ 1000-ന് മേലോട്ട് ഒന്നിൻ്റെയും പ്രൈസ് പറഞ്ഞിട്ടില്ല അല്ലേ. എല്ലാം വിത്തിൻ 1000, 790, 890, 590 ആ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. NM20 ആണിത്. 890 rupees, 890 രൂപ. എല്ലാം വിത്തിൻ 1000 തന്നെയാണ്. ഓക്കെ, അടുത്തത് വന്നിട്ട് NM21 ആണ്. ഇത് നമ്മളുടെ അടുത്ത ഇളക്കത്താലി പാറ്റേണിലുള്ളതാണ്. ഇളക്കത്താലിയിൽ ചെട്ടനാട് ഫിനിഷിൽ വരുന്ന ഇളക്കത്താലി പാറ്റേണിൽ വരുന്ന നടുക്ക് ആയിട്ട് ലോക്കറ്റ് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ. NM21 ആണത്. 890 rupees. ഇനി ഓക്കെ, ഇത് ചെട്ടനാട്, ഇത് നമ്മുടെ ചെട്ടനാട് ഫിനിഷിലുള്ളതാണ്. ഓക്കെ, നോർമൽ ഗോൾഡ് ഫിനിഷിലുള്ളവർ നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ നമുക്കൊന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഇത് നമ്മൾ ചെട്ടനാട് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. നോർമൽ ഗോൾഡ് ഫിനിഷിൽ ഇതേ ഡിസൈൻസ് കേട്ടോ. ഇതേ ഡിസൈൻസ്, സെയിം ഡിസൈൻസ് ഗോൾഡിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാൻ നോക്കാം. എനിക്ക് ഉറപ്പ് പറയുന്നില്ല കേട്ടോ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. ഉണ്ടാക്കി തരാമെന്ന് അർച്ചന പറഞ്ഞായിരുന്നു, ഒന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാഫിനടുത്ത് ചോദിക്കരുത്. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ലവ്ലി ടോം ഹായ്, രഞ്ജു ബിനു ഹായ്. സജന നായർ. ഞാൻ സജനയൊക്കെ നോക്കി നിൽക്കുക. നിങ്ങളൊക്കെ എന്താ മെസ്സേജ് ഇടാത്തേ? എപ്പോഴും കാണും, എനിക്കറിയാം, മിണ്ടാതിരുന്ന് കാണാമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ആരും റിപ്ലൈ, ഞാൻ ഇങ്ങനെ ഇരുന്ന് റേഡിയോ പറയുന്ന പോലെ ഇങ്ങനെ പറയുമ്പോൾ എന്താ റിപ്ലൈ അയക്കാതെ നോക്കത്തില്ലേ? ഇതാണ് നമ്മളുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് പീസാണ്. NM21 ആണ്. 890 rupees. ആ കമ്മലിൻ്റെ ഈ ഒരു ലോക്കറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു സ്റ്റഡും വരുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ ഇളക്കത്താലി കേട്ടോ. ഫ്ലവർ ഇളക്കത്താലി ഞാൻ നിങ്ങൾക്ക് വെച്ചിങ്ങനെ കാണിക്കാം. NM21 ആണ്. 890 rupees. 890 rupees. കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. NM21 ആണ്. 890 രൂപ. NM21. സുനിത സുനിൽകുമാർ ഹായ്. NM21 ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. 890 NM21. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ ഉള്ളൂ. NM21 ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. 890. അടുത്തത് NM22 ആണ്. NM22 ഇതൊന്നുമില്ലാതെ നമ്മുടെ കാശുമാലയും ഇളക്കത്താലിയും കൂടെ ഉള്ള ഫ്യൂഷൻ. കാശും ഇളക്കത്താലിയും കൂടെ ഉള്ള ഫ്യൂഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് വേറെ ഡിസൈൻസ് ഒന്നുമില്ല, കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല. കാശും ഇളക്കത്താലിയും കൂടെ ഉള്ള ഫ്യൂഷനാണ്. ഇതാണ് സാധനം. ഈ കാശ് പിന്നെ ഇളക്കത്താലി കുറച്ച് മേളിലോട്ടും കയറിയിട്ടൊക്കെ ഇരിക്കുകയാണത്. നമ്മൾ ഈ ഫ്രഷ്ലി പ്ലേറ്റഡ് ആയത് കാരണം അതൊക്കെ ഒന്ന് കടിച്ചു പിടിച്ചിരിക്കുന്നതൊന്ന് നേരെ ആക്കിയാൽ മാത്രം മതി. പിന്നെ ഇളക്കത്താലി ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അതിങ്ങനെ താലി മേളിലും താഴോട്ടൊക്കെ ഇതായിട്ടിരിക്കും. ഈ കമ്മൽ നമ്മുടെ കമ്മൽ തന്നെയാണ്. കാമധേനു കമ്മൽ നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ 790 or 890 അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു പ്രൈസ്, എനിക്ക് ഓർമ്മയില്ല. കാമധേനു ഇയറിങ്സ്. കാമധേനു ആണ് നടുക്ക് നിൽക്കുന്നത്, തട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് NM22 ആണ്. 22ാമത്തെ കോഡാണിത്. 890 rupees. 890. മേളിൽ റെഡ് സ്റ്റോൺ വരുന്ന കാശും ഇതും കൂടെ വരുന്ന
ഓക്കെ, ഇത് കുറച്ച് ചോക്കറായിട്ടും ഇടാം, അല്ലാതെ ഇടാം കേട്ടോ. ചോക്കറായിട്ടും നെക്ലസ് ആയിട്ടും ഒക്കെ ഇടാവുന്ന സെറ്റാണിത്. NM22 890 റുപ്പീസ്, 890 രൂപ. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും ഉണ്ട്. ഇയറിംഗും സെയിം ആണ്. ഒരു താലിയും താഴോട്ട് ഒരു കാശും കൂടെ വരുന്ന ഡിസൈനാണ്. 890 രൂപ. NM22. താങ്ക് യു സുനിത. NM22. ഇതിപ്പോൾ മേളിൽ റെഡ് സ്റ്റോൺ വരുന്നതാണ്, അതിൻ്റെ ഗ്രീൻ സ്റ്റോൺ വരുന്നതാണ് അടുത്ത കോഡ്. യു ആർ വെയറിങ് ഇയർ. താങ്ക് യു നിധി, താങ്ക് യു സോ മച്ച്. NM23 ആണത്, 890 റുപ്പീസ്. ഞാൻ ഇട്ടിരിക്കുന്ന കമ്മൽ നമ്മളുടെ ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. എനിക്കതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കട്ടെ. ഓൾറെഡി ഞാനത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ കമ്മൽ. കുറേ നാളായി, ഞാൻ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായി എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇതാണ് അടുത്ത, അതിൻ്റെ ലാസ്റ്റ് സെറ്റാണ്. NM23 ആണ് കേട്ടോ. 23ാമത്തെ കോഡാണ് NM23 890. അതിൻ്റെ തന്നെ മുകളിൽ ഇത് വരുന്നത് ഗ്രീൻ സ്റ്റോൺ. മുന്നത്തെ നമ്മൾ റെഡ് സ്റ്റോൺ കാണിച്ചു, ഇത് ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ. ത്രെഡും ഉണ്ട്. NM23. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓണം കളക്ഷൻസിൻ്റെ ലൈവ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട്, ആരും മിസ്സാക്കരുത്. ഒരു മിനിറ്റ്. ഇനി നമുക്ക് റീൽസിലൂടെയൊക്കെ ഒരുപാട് നമ്മളുടെ ഇതായിട്ടുള്ള കളക്ഷൻസ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് റീൽസ് ത്രൂ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതെ, കമ്മലിതാ ഞാൻ കാണിച്ചു തന്നു. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 790. കാമധേനു ചിമുക്ക നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. 790 കേട്ടോ. 790 ആണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കമ്മൽ വേണം ക്ലോസപ്പിലും കാണിക്കാം. ഇതാണ് കമ്മൽ. 790 കാമധേനു ചിമുക്ക, 790 രൂപ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് കയറിയവരോടാണെങ്കിൽ ഞാൻ പറയുകയാണ്, ആദ്യം മുതൽ കാണുക. എല്ലാം 890, 990 പോലും ഇല്ലെന്ന് തോന്നുന്നല്ലേ. 890 ആണ് മാക്സിമം പ്രൈസ് ഇന്നത്തെ ലൈവിൽ കാണിച്ചിരിക്കുന്ന കളക്ഷൻസിൻ്റെ. അതും നല്ല ഡിസ്കൗണ്ടഡ് സെയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറഞ്ഞത് തന്നെ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം കയറിയവരാണെങ്കിലും ഒന്നും കൂടെ റീവൈൻഡ് ചെയ്ത് ആദ്യം മുതൽ ഒന്നും കൂടെ കാണുക. 23 കളക്ഷൻസേ ഉള്ളൂ. പെട്ടെന്ന് കോഡ് നോട്ട് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസിൻ്റെ നെക്ലസ് സീരീസിലുള്ളത് ഇനി നമുക്ക് ഓണത്തിന് മുന്നേ ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ പേൾ സീരീസ് കാണിച്ചിരുന്നു. ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് ലോങ് ചെയിൻസും പിന്നെ അതുപോലെ നമ്മുടെ കേരള 1 ഗ്രാം ഗോൾഡ് കളക്ഷൻസും ഒക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റാ.